ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്കാറ്ററിങ്ങിലെ കുറച്ച് പ്രോബ്ലംസും കുറച്ച് റിലേറ്റിവിസ്റ്റിക്കിലെ പ്രോബ്ലംസുമാണ്. ഓക്കെ, നിങ്ങൾ സ്കാറ്ററിങ് ഇപ്പം ഇത് പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കാറ്ററിങ്ങിൻ്റെ സോൾ എന്ന് പറയുന്നത് ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഇത് ഒരു ഏരിയ ഡയമെൻഷനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഏരിയ. ഓക്കെ, അത് നമുക്ക് കിട്ടുക വി വിൽ ഒബ്റ്റെയിൻ ഇറ്റ് ബൈ ഫൈൻഡിങ് ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഡി സിഗ്മ ബൈ ഡി ഒമേഗ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, differential scattering cross section, this is the total scattering cross section. Okay, so sigma, which is equal to an integral of this d sigma by d omega over the whole solid angle. Okay, ഇനി ഇതിനെ കണ്ടുപിടിക്കാനുള്ള വഴികൾ ഒക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനു മുൻപ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ക്ലാസിക്കൽ സ്കാറ്ററിങ് ടോട്ടൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഓഫ് എ ഹാർഡ് സ്ഫിയർ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾ, നമ്മളിതിൽ എപ്പോഴും തുടരെ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാർഡ് സ്ഫിയറിനെ കുറിച്ചാണ്. ഹാർഡ് സ്ഫിയർ. ഓക്കെ, സോ ബേസിക്കലി ഹാർഡ് സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ ഹാർഡ് സ്ഫിയർ ആണെങ്കിൽ നമ്മളൊരു ഷോർട്ട് പുട്ട് പോലുള്ള ഒരു സാധനം. ഓക്കെ, ഒരു പർട്ടിക്കുലർ റേഡിയസ് ഉണ്ടാവും, ഇറ്റ്സ് ഹാർഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഇതിൻ്റെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, ഇഫ് സപ്പോസ് ദിസ് റേഡിയസ് ഈസ് ആർ. ഓക്കെ, ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ. ഓക്കെ, സോ പൈ ആർ സ്ക്വയർ ഇസ് എൻ ഏരിയ ദാറ്റ് ഇസ് ദ എക്സ്പെക്റ്റഡ് സിഗ്മ ക്ലാസിക്കൽ ഓഫ് എ ഹാർഡ് സ്ഫിയർ. ഓക്കെ, നമ്മളിൽ പറയാൻ പോകുന്ന ഇതേ സാധനം തന്നെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്കൽ ആവുന്ന സമയത്ത് ദിസ് ക്രോസ് സെക്ഷൻ, ദിസ് സിഗ്മ ക്വാണ്ടം എന്ന് പറയുന്നത് 4πr സ്ക്വയർ ആയിട്ട് മാറും. 4πr സ്ക്വയർ. ഓക്കെ, ഈ ഐഡിയ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. 4πr സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഇറ്റ് ഈസ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദിസ് സ്ഫിയർ ആണ്. അതാണ് ഇതിന്റെ ക്ലാസിക്കൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 4πr സ്ക്വയർ. 4πr സ്ക്വയർ ഇസ് ബേസിക്കലി ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. ഓക്കെ, അങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ ആയിട്ട് മാറും. ഓക്കെ, ഫൈൻ. അപ്പം സിഗ്മ ക്വാണ്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് 4 times ദ സിഗ്മ ക്ലാസിക്കൽ ആണ് എന്നുള്ള ഐഡിയ കൂടെ ഞങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സിഗ്മ ക്യൂ ഇസ് ഈക്വൽ ടു 4 times സിഗ്മ ക്ലാസിക്കൽ. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഒരു എക്സാമ്പിളിൽ നമ്മൾ പറയുന്നുണ്ട്. ആ എക്സാമ്പിളിലൂടെ നമുക്ക് പോവാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഈ ഒരു സ്കാറ്ററിങ്ങിൻ്റെ ഐഡിയയും ഈ സ്കാറ്ററിങ്ങിൻ്റെ ഇതുമാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും സ്കാറ്ററിങ് ഓഫ് ഹാർഡ് സ്ഫിയർ ചോദിക്കുന്ന സമയത്ത് ഇത് എഴുതിയാലും യു വിൽ ഗെറ്റ് സം മാർക്സ്. ഓക്കെ, കുറച്ച് മാർക്സ് എന്തായാലും നമുക്ക് കിട്ടും. ഇനി ഞാൻ ആ ഒരു ജനറൽ എക്സാമ്പിൾ ഇതിനെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ഡി സിഗ്മ ബൈ ഡി ഒമേഗയെ നമ്മൾ ആരുടെ ടേംസിൽ എഴുതുകയാണ്? നമ്മൾ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ എഴുതാണ്. എഫ് ഓഫ് തീറ്റ ഹാവ് എ മോഡുലസ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് തീറ്റ. ഓക്കെ, so f of theta must be a length quantity so that it's square getting a dimension of area. ഇനി ഈ എഫ് ഓഫ് തീറ്റ കണ്ടുപിടിക്കാനുള്ള രണ്ട് വഴികളായിട്ടാണ് നമ്മൾ ആരെയൊക്കെ പറഞ്ഞത്. നമ്മൾ പാർഷ്യൽ വേവ് അനാലിസിസിനെയും പറഞ്ഞത്, അതുപോലെ തന്നെ ബോൺ അപ്രോക്സിമേഷനെയും പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും ഫൈനൽ റിസൾട്ടുകൾ കുറച്ചും കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് ഫ്രം പാർഷ്യൽ വേവ് അനാലിസിസ്. പാർഷ്യൽ വേവിൽ എപ്പോഴും ഈ സമ്മേഷൻ ഓഫ് L ഈക്വൽ ടു 0 to infinity 2L plus 1 into AL PL cos theta ആണ്. And from this you can find the sigma will be equal to 4 pi summation of L equal to 0 to infinity. You have 2L plus 1 into modulus of AL square. Okay, അതിൻ്റെ ഏകദേശം ഊഹിച്ചാൽ അറിയാം. Can anyone tell me what will be the dimension of
the partial wave amplitude. Partial wave amplitude ഇതാണ് partial wave amplitude എന്ന് പറയുന്നത്. എന്താണ് partial wave amplitude dimension? Because all the other terms, PL of cos theta is dimensionless, 2L plus 1 is dimensionless. So the entire dimension is carried by AL. എന്തായിരിക്കും? എന്തായിരിക്കും? അതിന്റെ സ്ക്വയർ ആണ് സിഗ്മ. അപ്പം AL എന്തായിരിക്കും? It must be a length quantity. അപ്പം ഇതെന്ന് പറയുന്നത് സമ്മേഷൻ ആണ്. ഞാൻ പറഞ്ഞു ദിസ് യു ഹാവ് ടു റൈറ്റ് ഇൻ ടേംസ് ഓഫ് L ഈക്വൽ ടു 0 ടേംസ്. ഫോർ എക്സാമ്പിൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 4 പൈ ഇൻറ്റു L ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഇസ് 1 ഇൻറ്റു A0 സ്ക്വയർ പ്ലസ് L ഈക്വൽ ടു 1 ആണെങ്കിൽ യു ഹാവ് 3 ടൈംസ് A1 സ്ക്വയർ. L ഈക്വൽ ടു 2 ആകുമ്പം plus etc. പോകുന്നൊരു സാധനമാണ്. ഓക്കെ, സോ സപ്പോസ് വി ആർ ഓൺലി ടേക്കിംഗ് ദ L ഈക്വൽ ടു 0 ടേം. L ഈക്വൽ ടു 0 ടേം സ്കാറ്ററിങ്ങിനെ നമ്മൾ വിളിക്കാം. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. L ഈക്വൽ ടു 0 സ്കാറ്ററിങ്ങിനെ നമ്മൾ ഒരു പേര് വിളിച്ചിരുന്നു. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദി S wave സ്കാറ്ററിങ്. S wave സ്കാറ്ററിങ് എന്നാണ് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ചിലപ്പം S wave സ്കാറ്ററിങ്ങിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു ലെങ്ത് ആയിട്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. സം ഫോർ എക്സാമ്പിൾ 100 femtometers. Okay, then you can easily calculate the total scattering cross section by neglecting all the other terms. A1 വേണ്ട, A2 വേണ്ട, എക്സെട്ര. ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ടേംസ് എടുക്കുക, മോൾ ദി സ്ക്വയർ കണ്ടുപിടിക്കുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, യു വിൽ ഗെറ്റ് ആൻ ഏരിയ. ഓക്കെ, അപ്പം അല്ലെങ്കിൽ A0 എന്നുള്ളത് ഒരു വാല്യൂ എഴുതാതിരിക്കുക. സപ്പോസ് A0 ഈക്വൽ ടു സം ലാംഡ. then you will get the answer will be in terms of lambda square. അങ്ങനെ പ്രോബ്ലം ഇതിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ വേവ് ഫേസ് ഷിഫ്റ്റുകളുടെ ടേംസിലും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ദാറ്റ് ഈസ് സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു 4 പൈ ഓവർ k സ്ക്വയർ summation of L equal to 0 to infinity 2L plus 1 in sin square delta. sin square delta. ഇപ്പോൾ ആ സമയത്ത് നമ്മുടെ എനർജിയുടെ ഡാറ്റ ഒക്കെ വരുന്നത് കെയിലാണ് വരിക. കെ ആണ് ഡയമെൻഷനെ ക്യാരി ഔട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇവിടെ. ആൻഡ് ഡെൽറ്റ എൽ ഇസ് ജസ്റ്റ് ദ ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ ഫേസ് ഷിഫ്റ്റ് നിങ്ങൾക്ക് അപ്പോൾ ഇതിന് ഇതേപോലെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? ദിസ് ഇസ് ഈക്വൽ ടു 4 പൈ ബൈ കെ സ്ക്വയർ വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് L ഈക്വൽ ടു 0ൽ 1, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ ഡെൽറ്റ 0 പ്ലസ് നേരത്തെ അതേപോലെ തന്നെ 3 ടൈംസ് സൈൻ സ്ക്വയർ ഡെൽറ്റ 1 പ്ലസ് 5 ടൈംസ് സൈൻ സ്ക്വയർ ഡെൽറ്റ 2 പ്ലസ് എക്സെട്ര. സോ ഈ ആംഗിൾ ചിലപ്പോൾ നിങ്ങൾക്ക് തരാം. മേ ബി ഏത് ഈ ഫേസ് ഷിഫ്റ്റ് സീറോത്ത് വേവിൻ്റെ ഫേസ് ഷിഫ്റ്റ് തരാം. ഒരു ആംഗിൾ മേ ബി സം 45 ഡിഗ്രി എന്നൊക്കെ തരാം. അതുപോലെ ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു സം 50 ഡിഗ്രി. അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? യു ക്യാൻ റീകാൽക്കുലേറ്റ് ആൻഡ് ഫൈൻഡ് ദ ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. അതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടുമാണ് ബേസിക്കലി സാധാരണ ചോദിക്കുന്ന സാധനം. അതിൽ തന്നെ ഈ ഹാർഡ് സ്ഫിയർ സോഫ്റ്റ് സ്ഫിയർ ഉണ്ട്, പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് സോ ഈസി ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അത് അത്ര കണ്ടുപിടിക്കാൻ പറയുന്നത് അത്ര എളുപ്പമുള്ള കേസല്ല. അതുകൊണ്ട് നമ്മളത് തൽക്കാലം പാർഷ്യൽ വേവിൽ ഈ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസിനെ കുറിച്ച് മാത്രം നോക്കുക. ഈ രണ്ട് ഇക്വേഷൻസ് ഡെൽറ്റ എൽ വെച്ചിട്ടും എ എൽ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് വളരെ ക്ലിയർ ആക്കി വയ്ക്കുക. മേ ബി ആ ക്വാണ്ടിറ്റീസ് തരികയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോൺ അപ്രോക്സിമേഷനിലാണ്. ഓക്കെ, സോ ഫൈൻഡിങ് sigma means this, first of all we need to find f of theta using Born approximation.
ബോൺ അപ്രോക്സിമേഷനിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഫോമുകളാണ്. ഓക്കെ, അതിൽ ഏറ്റവും കേസ് എന്ന് പറയുന്നത് ലോ എനർജി കേസ്. ലോ എനർജി കേസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഫൈ is equal to approximately equal to minus m by 2 pi h cross square integral of v of r dq bar. This is for strictly for low energy. Okay, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്കാറ്ററിങ്ങുകളെ കുറിച്ച് ഒന്നും കൂടെ വിശദമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ നേരത്തെ ഹാർഡ് സ്ഫിയറിനെ പറ്റി പറഞ്ഞു. അതേപോലത്തെ വേറെ സാധനം കൂടിയുണ്ട്, സോഫ്റ്റ് സ്ഫിയർ. ഓക്കെ, എന്താണ് ഹാർഡ് സ്ഫിയർ എന്ന് നമ്മൾ ക്ലാസിക്കലി നമ്മൾ കണ്ടു, ഒരു ഷോർട്ട് പുട്ടിനെ പോലുള്ള ഒരു സാധനമാണ്. ഇനി എന്താണ് ഹാർഡ് സ്ഫിയർ ക്വാണ്ടം മെക്കാനിക്കലി എന്ന് കൂടെ നമുക്ക് ഇവിടെ പറയാം. അതായത് ഹാർഡ് സ്ഫിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കാറ്ററിംഗ് സെന്ററിന് പകരം യു ഹാവ് എ പൊട്ടൻഷ്യൽ ആസ് എ സ്ഫെറിക്കലി സിമെട്രിക് പൊട്ടൻഷ്യൽ. സോ വി ഓഫ് ആർ ഹാർഡ് സ്ഫിയർ ആണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഫോർ ആർ ലെസ് ദാൻ or equal to some distance a radius and which is equal to 0 elsewhere. ബാക്കി എല്ലാ സ്ഥലത്തും ഇൻഫിനിറ്റ് ആ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് കുഡ് ബി എ സ്ഫിയർ പാർട്ടിക്കൽ കനോട്ട് എൻ്റർ ഇൻസൈഡ്. ഇതിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല ഉള്ളിൽ, കാരണം ഇവിടെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാണ്. ഇതിനൊരു ബാരിയർ പോലെ ആക്ട് ചെയ്യും. ഓക്കെ, പാർട്ടിക്കലിന് ഒരിക്കലും ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉള്ളിലേക്ക് കിടക്കാനേ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് എ ഹാർഡ് സ്ഫിയർ. Whereas you can find the soft sphere as same condition, that v of r which is equal to not infinity but a finite potential v0 which is same r less than or equal to a and equal to 0. ബാക്കി എല്ലാ സ്ഥലത്തും 0 ആണ്. ആ സ്ഥലത്ത് മാത്രം ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതേപോലത്തെ ഫിഗർ തന്നെ, പക്ഷേ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി അല്ല, v0 ആണ്. അതുകൊണ്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യാൻ പറ്റും. പാർട്ടിക്കിൾ can enter into, but it will definitely lose some energy by entering, പക്ഷേ പാർട്ടിക്കിൾ ക്യാൻ കം ഇൻ. ഓക്കെ, ഈ കേസിൽ ഇത് ഒരു ലോ എനർജി കേസായി കൺസിഡർ ചെയ്തിട്ട് സോഫ്റ്റ് സ്ഫിയറിൻ്റെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ നമുക്ക് ആരെ വെച്ച് കണ്ടുപിടിക്കാം, ഈ WKB വെച്ചിട്ട്, സോറി നോട്ട് WKB ബട്ട് ബോൺ അപ്രോക്സിമേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതൊരു ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കേ. അപ്പോൾ എങ്ങനെ ചെയ്യും, നമുക്ക് യു ഹാവ് ഇക്വേഷൻ. അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ സിഗ്മയാണ് കണ്ടുപിടിക്കേണ്ടത്. സിഗ്മ അറിയണമെങ്കിൽ ആരെ അറിയണം, ഡി സിഗ്മ ബൈ ഡി ഒമേഗൻ അറിയണം. ഡി സിഗ്മ ബൈ ഡി ഒമേഗൻ അറിയണമെങ്കിൽ ആരറിയണം, എഫ് ഓഫ് തീറ്റ ഫൈന് അറിയണം. എഫ് ഓഫ് തീറ്റ ഓർ എഫ് ഓഫ് തീറ്റ ഫൈ. ഓക്കെ, സോ വി ക്യാൻ ബോറോ ദി എക്സ്പ്രഷൻ ഫോർ എഫ് ഓഫ് തീറ്റ ഫൈ. ഓഫ് തീറ്റ ഫൈ എന്ന് പറയുന്നത് ആരാണ്, ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എം ബൈ 2 pi h cross square integral v of r dq bar. ഓക്കെ, അപ്പം സോ ഇതിലെന്ത് ചെയ്യുക, വി ഓഫ് ആറിന് പകരം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ പറയുന്ന പൊട്ടൻഷ്യൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എം ബൈ 2 pi h cross square. എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ v0. എവിടെ നിന്നിട്ട് ഏത് വരെയുള്ളൂ, 0 മുതൽ a വരെയുള്ളൂ. ഓക്കെ, സോ v0 ഇൻറ്റു സോ യു ഹാവ് എ dq bar എന്ന് മാത്രമേ. ഓക്കെ, then v0 is constant and which will not take part in the integration and you can pull out this v0 which is a constant potential. പക്ഷേ ഈ v0യുടെ പ്രസൻസ് കാരണം ഇവിടുത്തെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എവിടെ നിന്നിട്ട് ഏത് വരെ ഉണ്ടാവും, 0 മുതൽ a വരെ. ഇതൊരു ഇൻഫൈനൈറ്റ് ഇൻറ്റഗ്രൽ ആയിരുന്നു, 0 ടു ഇൻഫിനിറ്റിയുള്ള ഇൻറ്റഗ്രൽ ആയിരുന്നു, r മാത്രമാണെങ്കിൽ. അത് മാറിയിട്ട് 0 മുതൽ a വരെ ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എം ബൈ 2 pi h cross square v0 ഇൻറ്റു ഇവിടെ ഓൾറെഡി ആരാളുള്ളത് 4 pi r സ്ക്വയർ dr ആണുള്ളത്. അല്ലെ, ഡി ക്യൂ ബാറിനെ ഞാൻ മാറ്റുന്ന സമയത്ത് ഇറ്റ് വിൽ ബി 4 pi r സ്ക്വയർ dr. ആൻഡ് എവിടെ നിന്നിട്ട് ഏതുവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, 0 മുതൽ a വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. കാരണം എന്താണ്, ദിസ് ഇസ് എ സോഫ്റ്റ് സ്ഫിയർ. അവിടെ മാത്രമേ പൊട്ടൻഷ്യൽ ഉള്ളൂ, ബാക്കി സ്ഥലത്തൊന്നും പൊട്ടൻഷ്യൽ ഇല്ല. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ ഇത് വരും, ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എം വി നോട്ട് ബൈ 2 pi h cross square 4 pi പുറത്ത് വന്നു. r സ്ക്വയർ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ യു ഹാവ് r ക്യൂബ് ബൈ 3. അതിനെ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് a ക്യൂബ് ബൈ 3. ഓക്കെ, സോ ആക്ച്വലി 4/3 pi r ക്യൂബ് എന്ന് പറയുന്ന വോളിയം ആണ് നമുക്ക് കിട്ടുക. സോ ഇതാണ് നമ്മുടെ എഫ് ഓഫ് തീറ്റ ഫൈ. എഫ് ഓഫ് തീറ്റ ഫൈ പോരല്ലോ, എന്ത് ചെയ്യണം, അതിന് ഡി സിഗ്മ ബൈ ഡി ഒമേഗ കണ്ടുപിടിക്കണം. ഈക്വൽ ടു മോഡുലസ് സ്ക്വയർ ഓഫ് എഫ് ഓഫ് തീറ്റ ഫൈ. കണ്ടുപിടിച്ച് നോക്കി എത്രയാണ് പറ.
സോ ആൻസർ എന്ന് പറയുന്നത് മോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ ഓൾറെഡി ഒരു 2 ഇവിടെ ഉണ്ട്. സോ 2 ഹിയർ. സോ മൈനസ് സൈൻ പോവും സ്ക്വയർ ചെയ്യുന്ന സമയത്ത്. ദാറ്റ് ഇസ് 2m v0 പൈ പോയി a cube by 3h cross square the whole square. Okay. So this is the differential scattering cross section. അപ്പോൾ അതിന് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. അതിന് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു ഡി സിഗ്മ ബൈ ഡി ഒമേഗനെ ഇൻറ്റഗ്രേറ്റിംഗ് ഓവർ ഡി ഒമേഗ. ആൻഡ് ദിസ് ഇസ് ദർ ഇസ് നോ ഡി ഒമേഗ പാർട്ട്, ദിസ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ അർത്ഥം ടോട്ടൽ ഡി ഒമേഗ ഇൻറ്റഗ്രൽ ഡി ഒമേഗ ആയിട്ടുള്ള ദാറ്റ് ഇസ് ഈ സാധനം ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഇസ് 2m v0 a cube by 3h cross square the whole square into the integral d omega എന്ന് പറയുന്നത് 4 pi. This is the total scattering cross section. Okay. അപ്പം നോക്കൂ നിങ്ങൾ വാട്ട് ഹാപ്പൻസ് ടു ദിസ്. ഇത് പഠിച്ചിരിക്കേണ്ടതാണ്, കാരണം ഇതിൽ ചെറിയ പ്രോബ്ലം ഇന്ന് വേറെ ചോദിക്കാവുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 4 pi into ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഓൺലി ദി പ്രൊപ്പോർഷണാലിറ്റീസ്. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്ന എം കോൺസ്റ്റൻ്റ് ആണ്, എച്ച് ക്രോസ് കോൺസ്റ്റൻ്റ് ആണ്, v0യും എയും ആണ് നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. v0 എന്ന് പറയുന്നതാണ് സ്ട്രെങ്ത്, എ എന്ന് പറയുന്നതാണ് റേഡിയസ്. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് സിഗ്മ ഈസ് പ്രൊപ്പോർഷണൽ ടു v0 സ്ക്വയർ ആൻഡ് a raised to 6 അല്ലേ? ശരിയല്ലേ? ഇവിടെ v0 സ്ക്വയർ ഉണ്ട്, a ക്യൂബിൻ്റെ ഹോൾ സ്ക്വയർ ആണുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് a raised to 6. ഓക്കെ, so what happens to a finite well, a finite a soft sphere എന്ന് പറയുന്നതിന് ഇവിടെ a റേഡിയസ് ഉണ്ടായിരുന്നു, v0 ആണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ വാട്ട് ഇഫ് ഐ ഡബിൾ ദി പൊട്ടൻഷ്യൽ v0 എന്നുള്ളത് 2v0 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മയ്ക്ക് എന്താ സംഭവിക്കുക? സിഗ്മ എത്രയാവും? എത്രയാവടോ? v0 എന്നുള്ള പൊട്ടൻഷ്യലേ ഞാൻ 2v0 ആക്കി. വാട്ട് ഹാപ്പൻസ് ടു സിഗ്മ? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ v0യുടെ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ്? v0 സ്ക്വയർ ആണ്, അപ്പോൾ 2v0 ആക്കി കഴിഞ്ഞാൽ 4 ടൈംസ് ആവും, 4 ടൈംസ് ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ എനെ മാറ്റിയിട്ട് ഞാൻ 2a ആക്കിയാലോ? അപ്പോൾ സിഗ്മ എങ്ങനെ മാറും? v0 അങ്ങനെ തന്നെ നിർത്തിയിട്ട് if I change a to 2a, അപ്പോൾ അത് ഒരുപാട് 2 raised to 6 വരും അല്ലേ? 2 raised to 6 എന്ന് പറഞ്ഞെങ്കിൽ 4, 8, 16, 64, ഇത് 64 ടൈംസ്. സോ ഡിപ്പെൻഡിങ് ഓൺ, അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു സാധനം. ഓക്കെ, സോഫ്റ്റ് സ്ഫിയറിൽ ബാക്കി എല്ലാം മറന്നാലും ഇത് നിങ്ങൾ മറക്കരുത്. സിഗ്മ പ്രൊപ്പോർഷണൽ ടു v0 സ്ക്വയർ ആൻഡ് a raised to 6. ഓക്കെ, ഓഫ് കോഴ്സ് യു ഹാവ് ടു സ്റ്റഡി ദ എൻറ്റയർ തിങ്. ഇങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ് സ്ഫിയറിൻ്റെ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ പഠിക്കുന്നത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്, ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ അല്ലാത്ത ആർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുകൾ തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതിനെ കണ്ടുപിടിക്കാം. ഓക്കെ, 0 മുതൽ a വരെ വളരെ സ്മൂത്ത് ആയിട്ട് വാരി ചെയ്യുന്നൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ. ഫോർ എക്സാമ്പിൾ ഞാനൊരു പൊട്ടൻഷ്യൽ എഴുതാണ് v. ഇപ്പോൾ നിങ്ങൾ ചെയ്ത് തരണം കേട്ടോ. അതായത് v of r is equal to some alpha r for r less than or equal to some a which is equal to 0 ഇങ്ങനെയുള്ള ഒരു പൊട്ടൻഷ്യലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ആറ് 0 ആവുന്ന സമയത്ത് 0 പൊട്ടൻഷ്യലാണ്, 6 കൂടുന്ന സമയത്ത് ദറ്റ് ബിക്കംസ് ടു ആൽഫ എന്നൊരു പൊട്ടൻഷ്യൽ ആവും. ഓക്കെ, സോ ക്യാൻ എനിവൺ ടെൽ മീ ദ സിഗ്മ കണ്ടുപിടിക്കാൻ പറ്റുമോ?
ലോ എനർജി സ്കാറ്ററിങ് എടുക്കുക. എപ്പോഴാണ് ഇത് ലോ എനർജി എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ക്വസ്റ്റ്യനുകളിലും അത് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ലോ എനർജിയാണ് എടുക്കേണ്ടത്, ലോ എനർജി കേസാണ്. ഹൈ എനർജിയുടെ കേസ് കൂടെ ഞാനിപ്പോൾ സ്പെറിക്കൽ സിമെട്രിക് കേസ് കൂടെ ഞാനിപ്പോൾ പറയാം. പക്ഷെ എന്നാലും മോസ്റ്റ്ലി യു ടേക്ക് ദി ലോ എനർജി ലിമിറ്റ് വിച്ച് ഇന്റഗ്രേഷൻ ഈസ് വെരി സിമ്പിൾ. അപ്പം ഇപ്രാവശ്യം എന്താ വരിക, സിഗ്മ എഫ് ഓഫ് തീറ്റ ഫൈ കണ്ടുപിടിക്കേണ്ട സമയത്ത് ഞാൻ ഇവിടുത്തെ ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റുകളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തു, അതൊന്നും ഞാൻ എഴുതുന്നില്ല കേട്ടോ. ബാക്കി എന്താ ശരിക്കും ഇന്റഗ്രലിലുള്ള എന്താ ഉള്ളത്, വി ഓഫ് ആർ ഡി ക്യൂബ് ആർ ആണ് അല്ലേ. വി ഓഫ് ആറിന് പകരം ഇവിടെ ആരാ ഉള്ളത്, ആൽഫ ആർ. ഡി ക്യൂബ് ആറിനെ എങ്ങനെ മാറ്റണം, 4πr² dr. ഓക്കെ, സോ ദ ഇന്റഗ്രൽ ഈസ് ഫ്രം എവിടെ നിന്ന് വരെയായിരിക്കും, 0 മുതൽ എ വരെ ആയിരിക്കും. ഓക്കെ, സോ 0 മുതൽ എ വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് യു ഹാവ് എ 4π ആൽഫ പുറത്ത് കിടക്കും. ഓൾറെഡി ആർ ക്യൂബ് ഉണ്ട്, ആർ ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, r⁴/4 വരും. ആൻഡ് യു ആർ ഇന്റഗ്രേറ്റിംഗ് ഫ്രം 0 to a. So your final answer is proportional to 4π alpha a⁴/4. ഓക്കെ, ഇതാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്, സിഗ്മയുടെ മോഡുലസ് സ്ക്വയറിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ആൽഫയുടെ ഡിപ്പെൻഡൻസും ഉണ്ടാവും, എയുടെ ഡിപ്പെൻഡൻസും ഉണ്ടാവും. ഓക്കെ, സോ ഫൈനൽ ആൻസർ വിൽ ലുക്ക് ലൈക്ക് യുവർ സിഗ്മ പ്രൊപ്പോർഷണൽ ടു ആൽഫ സ്ക്വയർ ആൻഡ് a⁸8. ശരിയല്ലേ? ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതൊക്കെ നിങ്ങൾ എഴുതണം. എക്സാമിന് എഴുതുന്ന സമയത്ത് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മൈനസ് സൈൻ പോകുന്നതും എല്ലാം എഴുതണം. അപ്പോൾ തൽക്കാലത്തേക്ക് അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റിയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എ മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ എ മാറിയ പോലെ അല്ല ഇവിടുത്തെ എ മാറുന്നത്, ബിക്കോസ് യു ഹാവ് a⁸8 പ്രൊപ്പോർഷണാലിറ്റി ആണുള്ളത്. സോ ഡു അക്കോർഡിംഗ്ലി. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പെറിക്കലി സിമെട്രിക് കേസിന്, ഹൈ എനർജി സ്പെറിക്കലി സിമെട്രിക് കേസിന് എങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇഫ് യു ആർ ഇഫ് ഇറ്റ്സ് നോട്ട് ഗിവൺ, ലോ എനർജി എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ദിസ് എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2m/h² kappa 0 to infinity r v of r sin kr dr എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, ഇതിൽ വരുന്ന ഒരു പൊട്ടൻഷ്യലാണ് ഈ ഒരു കണ്ടീഷനിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യേണ്ടത്, ആകെ പ്രശ്നം എന്ന് പറയുന്നത് യു ഹാവ് എ സൈൻ കെ ആർ ഡി ആർ ഡി വി ഒക്കെ ഉണ്ട്. ആരെ റീപ്ലേസ് ചെയ്യണം, വി ഓഫ് ആർ തരും, ആ വി ഓഫ് ആറിനെ റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ശരി. അപ്പം ഇതിൽ വരുന്ന ഒരു പൊട്ടൻഷ്യലാണ് വി ഓഫ് ആർ എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് e⁻⁻r/r. ആർ ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂക്കാവ പൊട്ടൻഷ്യൽ. അതാണ് ന്യൂക്ലിയസിൻ്റെ പൊട്ടൻഷ്യലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂക്കാവ പൊട്ടൻഷ്യൽ. ഓക്കെ, യൂക്കാവ പൊട്ടൻഷ്യൽ. ഓക്കെ, യൂക്കാവ പൊട്ടൻഷ്യൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊരു നിങ്ങളുടെ സബ്സെക്ഷനിലുള്ളൊരു സാധനമാണ്. അത് പ്രോബ്ലം ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേയുടെ കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ആയിട്ടും ഇത് ചോദിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം, കാരണം ആ ഇൻ്റഗ്രൽ നോൺ ആണ്, നമുക്കൊന്നും ചെയ്യാനില്ല. ആകെ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഫൈൻഡ് റൈറ്റ് എഫ് ഓഫ് തീറ്റ. എഫ് ഓഫ് തീറ്റ എഴുതുക, ഇസ് ഈക്വൽ ടു 2m/h² k integral 0 to infinity r. v of r ന് പകരം ആരെ റീപ്ലേസ് ചെയ്യുക, ദിസ് ബീറ്റ e⁻⁻r/r. And then you have to write the other things, that is sin kr
ഇപ്പോൾ തന്നെ ഒരു 6 കൂടെ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. പിന്നെ ആകെയുള്ള ആരാണ് e raised to minus mu r sin k r എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റഗ്രലിന് ഒരു കോമൺ വാല്യൂ ഉണ്ട്, ഒരു വാല്യൂ ഫോർ ദിസ് പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ. ആ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. സെക്കൻഡ് നോട്ടെ. സോ യു ഹാവ് 2m beta by h cross square k. ഇൻ്റഗ്രൽ ഏകദേശം ഇങ്ങനെ എഴുതിക്കോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity, okay, e raised to minus ar into sin dr by d. Okay, so this is dr is equal to equal to 1 by a square plus b square. അത് പ്രകാരം ഇവിടെ എന്താ വരിക, ഇവിടെ ഓൾറെഡി ഒരു ഓക്കെ, ദർ ഇസ് എ മൈനസ് സൈൻ ഉണ്ടല്ലേ എഫ് ഓഫ് തീറ്റയ്ക്ക്, ഇല്ലടോ? യാ, ദർ ഇസ് എ മൈനസ് സൈൻ ഇൻ എഫ് ഓഫ് തീറ്റ. നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ അത് മൈനസ്, അത് ഞാൻ എഴുതിയില്ലെന്ന് തോന്നുന്നു. എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് മൈനസ് സൈൻ. ഡെഫിനറ്റ്ലി ദാറ്റ് മൈനസ് സൈൻ വിൽ ഗോ വൺസ് യു ടേക്കിംഗ് ദ മോഡുലസ് സ്ക്വയർ. ഇറ്റ്സ് ഫൈൻ. അവിടേക്ക് മൈനസ് സൈൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്താ പറയുക, 2 മൈനസ് ഉണ്ട് മൈനസ് 2m by h ക്രോസ് സ്ക്വയർ. കെന് എന്ത് ചെയ്യാം, കെ എന്ന് പറയുന്നത് സൈൻ കെ ആറിൻ്റെ കോഫിഷ്യൻ്റ് ആണ്, അതായത് ബി ആറിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ബി ആണ്. അപ്പം അതിനെ കൂടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഇൻ്റഗ്രൽ എങ്ങനെ ഇരിക്കും, ഇ റേസ് ടു ഈ ഇൻ്റഗ്രലിനെ പോലെ തന്നെ വരും, 0 to infinity ഇ റേസ് ടു മൈനസ് മ്യൂ ആർ സൈൻ കെ ആർ ബൈ കെ ഡി ആർ എന്ന് വരും അല്ലേ. ബാക്കി എല്ലാം അങ്ങനെ ബീറ്റ പുറത്തെഴുതി, ബീറ്റേനെ കൂടെ അങ്ങ് പുറത്തെഴുതാം, കെനെ ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതാം, ഇ റേസ് ടു മൈനസ് മ്യൂ ആർ സൈൻ കെ ആർ ബൈ. അതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞത്, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് 1 by a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് പറയുന്നത് ആരാണ്, മ്യൂ സ്ക്വയർ പ്ലസ് കാപ്പ സ്ക്വയർ. ഇത്രയാണ് അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. മൈനസ് 2m ബീറ്റ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു മ്യൂ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. സോ ഒന്നുകിൽ ഈ ഇൻ്റഗ്രൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഇൻ്റഗ്രൽ നിങ്ങൾ പഠിക്കുക, ആ ഇൻ്റഗ്രൽ മാത്രം എഴുതി വെക്കുക. ഇത്രയും സ്റ്റെപ്പ് ചെയ്താൽ തന്നെ യു ഹാവ് പൊട്ടൻഷ്യലിൻ്റെ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇപ്പോൾ കിട്ടിയത്, എഫ് ഓഫ് തീറ്റ കിട്ടിയിട്ടുള്ളൂ. എന്ത് ചെയ്യണം, ഓഫ് കോഴ്സ് പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല. എഫ് ഓഫ് തീറ്റയുടെ എന്ത് ചെയ്യണം, മോഡുലസ് സ്ക്വയർ കണ്ടുപിടിക്കണം. ആൻഡ് യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഓവർ തീറ്റ ഫൈവ് അല്ലേ, എല്ലാറ്റിനും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വേണം. അപ്പം അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം, സിഗ്മ is equal to d sigma by d omega is equal to modulus of f of theta square. ഇപ്പോൾ കിട്ടി കഴിഞ്ഞ സാധനത്തിൻ്റെ എന്ത് ചെയ്യുക, മോഡുലസ് സ്ക്വയർ എഴുതി വയ്ക്കുക. സിഗ്മ എന്ന് പറയുന്ന സമയത്ത് ഇൻറ്റഗ്രൽ ഓഫ് ദറ്റ് കിട്ടിയ സാധനം ഡി സിഗ്മ ബൈ ഡി ഒമേഗ ഇൻറ്റഗ്രേറ്റിംഗ് ഓവർ ഡി ഒമേഗ. അത്ര ചെയ്താൽ മതി. കാരണം ഇൻറ്റഗ്രേഷൻ ഒന്നും ചെയ്യണ്ട, ഇൻറ്റഗ്രേഷൻ എഴുതി വെച്ചാൽ മാത്രം മതി. കാരണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ബിക്കോസ് ഓഫ് കോഴ്സ് യു മേ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് ഇസ് ദർ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സാധനമുണ്ട്. കാരണം സൈൻ കെ ആറിൻ്റെ കാപ്പ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് തീറ്റയുടെ ഫംഗ്ഷനാണ്. ഇവിടുത്തെ ഈ കെ ഇസ് നോട്ട് എ നോർമൽ കെ,
എടുത്ത സമയത്ത് പറഞ്ഞല്ലോ, ദിസ് ഇസ് സപ്രസ്ഡ് കെ അല്ലേ. ചെറിയ കാപ്പ എന്ന് പറയുന്നത് കെയുടെ ഫംഗ്ഷനാണ്. കെ ഇൻറ്റു 2 ടൈംസ് കെ ഇൻറ്റു സൈൻ θ/2 എന്ന് പറയുന്ന സാധനമാണ് കാപ്പ. സോ ഓഫ് കോഴ്സ് കാപ്പ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഇൻ്റഗ്രേഷൻ ഫംഗ്ഷനിൽ ആരുണ്ടാവും, ഈ പറയുന്ന തീറ്റ ഉണ്ടാവും. സോ ഐ ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഔട്ട് ഓഫ് തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടില്ല. പക്ഷേ അത് ചെയ്യേണ്ട, നിങ്ങൾ ഈ കാര്യം മാത്രം ചെയ്യുക. ഈ ഇൻ്റഗ്രൽ എഫ് ഓഫ് തീറ്റ കണ്ടുപിടിക്കുന്നത് മാത്രം വൃത്തിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ പ്ലസ് കിട്ടുന്ന സ്ഥലത്ത് എ എങ്കിലും എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ തന്നെയും. ഓക്കെ, 1-2 പ്രോബ്ലം കൂടെ പറയാം. അതായത് ഒരെണ്ണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ റൂദർഫോർഡ് സ്കാറ്ററിംഗ് ആണ്. റൂദർഫോർഡ് സ്കാറ്ററിങ്ങിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ, ഇപ്പോൾ റൂദർഫോർഡ് സ്കാറ്ററിംഗ് വെറുതെ അല്ല പറയാം, വാട്ട് എവർ ബി ദ പൊട്ടൻഷ്യൽ, തന്നിരിക്കുന്ന പൊട്ടൻഷ്യലിനെ ഇതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യാം. മിക്ക സമയങ്ങളിലും ഈ ആകെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതിന് ഒന്നുകിൽ ആ ഇൻ്റഗ്രേഷൻ്റെ ഇതുപോലത്തെ ഒരു കോൺസ്റ്റന്റ് ഇൻ്റഗ്രൽ, അപ്പോൾ നമ്മുടെ കിട്ടുന്ന പ്രോബ്ലത്തിൽ നിന്ന് ഈ ഒരു ഇൻ്റഗ്രൽ വെച്ച് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ ചെയ്യണം. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കാര്യങ്ങളെ ഷോർട്ട് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ട് സ്കാറ്ററിങ്ങിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലത്തിൻ്റെ ഫോർമുലേഷൻ കറക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, ഈവൻ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദി ഫൈനൽ ആൻസർ പ്രോപ്പർലി, യു വിൽ ഗെറ്റ് സം മാർക്സ്, കുറച്ച് മാർക്ക് കിട്ടും. ഓക്കെ, ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഇൻ്റഗ്രേഷൻ കൂടെ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്ന് പറയുന്നത്, സപ്പോസ് ദ പൊട്ടൻഷ്യൽ ഈസ് വി ഓഫ് ആർ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആൽഫ ഡെൽറ്റ ആർ മൈനസ് എ ആണ് വയ്ക്കാം. ഓക്കെ, ഇതൊരു ഡെൽറ്റ ഫംഗ്ഷനാണ്. അപ്പോൾ ഡെൽറ്റ ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഒരു പോയിന്റിൽ മാത്രമാണ് പൊട്ടൻഷ്യൽ ഉള്ളത്. എവിടെ? ആർ ഈക്വൽ ടു എ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് ഒരു ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും പൊട്ടൻഷ്യൽ 0 ആണ്. ഇങ്ങനത്തെ സാധനത്തിൻ്റെ സ്കാറ്ററിങ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ യു ക്യാൻ ടേക്ക് എ ലോ എനർജി സ്കാറ്ററിങ് ഫോർ ദിസ്. നമുക്ക് എന്ത് ചെയ്യാം, ലോ എനർജി എടുക്കാം. ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ലോ എനർജി സ്കാറ്ററിങ് എടുക്കാം. കാരണം അതിൻ്റെ ഇൻ്റഗ്രേഷൻ എളുപ്പമായതുകൊണ്ട് യു വിൽ ഗെറ്റ് ഇറ്റ് ഇവൻച്വലി. ഓക്കെ, അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ലോ എനർജി ചെയ്യുക. ലോ എനർജി ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. എന്താണ് എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത്? എന്താണ് എഫ് ഓഫ് തീറ്റ? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു -m/2πh² ഇൻ്റഗ്രൽ വി ഓഫ് ആർ ഡി ക്യൂ ബാർ. ഫുൾ ചെയ്താൽ മതി അല്ലേ. ഡി ക്യൂ ബാറിന് ആദ്യം മാറ്റാം, എന്താക്കുക, ദാറ്റ് ഈസ് 4πr² dr ആക്കുക. ഈ വി ഓഫ് ആറിന് പകരം ആരെ കൊടുക്കുക? ആൽഫ ഇൻറ്റു ഡെൽറ്റ ഓഫ് ആർ മൈനസ് എ കൊടുക്കുക. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിളാണ്. എവിടെയൊക്കെ ആറ് വരുന്നുണ്ടോ അവിടെ എന്ത് കൊടുത്താൽ മതി? അതിന് പകരം എ കൊടുത്താൽ മതി. സോ ദ ഇൻ്റഗ്രൽ അല്ലേ. സോ ദ ആൻസർ ഈസ് സ്ട്രേറ്റ് ഫോർവേഡ്, ദാറ്റ് ഈസ് m/2πh². ഇവിടെ ആരൊക്കെ ഉണ്ട്? ആൽഫ ഉണ്ട്, 4π ഉണ്ട്. ഈ r² പകരം എന്ത് വരും? a² എന്ന് വരും. r² പകരം a² വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഈ പറയുന്ന എഫ് ഓഫ് തീറ്റ. എഫ് ഓഫ് തീറ്റ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മോഡുലസ് സ്ക്വയർ കണ്ടുപിടിച്ച് ആരെ കണ്ടുപിടിക്കാം? പിന്നെ മോഡുലസ് സ്ക്വയർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ആർ ഈക്വൽ ടു എയിൽ മാത്രമുള്ള പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അത് അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഞാൻ ഒരു സെക്കൻഡ് ടേക്ക് ഫിഗർ. ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞത് ഇതേ ഒരു ഹാർഡ് സ്ഫിയറിനെ പറ്റി പറഞ്ഞു. ഇവിടെ മുഴുവൻ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലുള്ള ഒരു സ്ഫിയറിനെ പറ്റി പറഞ്ഞു അല്ലേ. പക്ഷെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ആർ ഈക്വൽ ടു എയിൽ മാത്രം ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ആർ ഈക്വൽ ടു എയിൽ മാത്രം. ആർ ഈക്വൽ ടു എന്ന് വെച്ചാൽ ഈ ഒരു ദൂരത്ത് ഇവിടെ മാത്രമാണ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ. റിമെമ്പർ, എവിടെ? ഈ ഒരു വട്ടത്തിൽ മാത്രം. മനസ്സിലായോ? അതിൻ്റെ ഉള്ളിലും 0 ആണ്, പുറത്തും 0 ആണ് പൊട്ടൻഷ്യൽ ആകെ എവിടെയുള്ളൂ. ഇതൊരു പൊട്ടൻഷ്യൽ റിങ് പോലെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ക്യാവിറ്റി പോലെ ആക്ട് ചെയ്യും. അതായത്
ആ ക്യാവിറ്റിയുടെ ഈ സൈഡിൽ R=A വരുന്ന ഭാഗത്ത് മാത്രം ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലും ബാക്കി ഉള്ളിലും പുറത്തും എന്താണ് സീറോ പൊട്ടൻഷ്യലും ഉള്ളത്. ഓക്കെ, സോ അതിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറൻ്റ് ആണ്. എന്ത് വെച്ച് ചെയ്യണം? ഈ പറയുന്ന ഡെൽറ്റ ഫംഗ്ഷൻ വെച്ചിട്ട് വേണം ചെയ്യാം. ഇത് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബിക്കോസ് എന്താ പറയുക, ഈ ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ എളുപ്പമായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഡെൽറ്റ ഫംഗ്ഷൻ വരുന്ന ഇൻ്റഗ്രേഷൻസ് ഉണ്ടാവും, അത് ലോജിക്കലി അതിനെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ പറയാൻ വിചാരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് തൽക്കാലം സ്കാറ്ററിങ്ങിൽ നിന്ന് ഞങ്ങൾ പഠിക്കാം. ഇനി പുതിയതായിട്ട് എന്ത് പൊട്ടൻഷ്യൽ വന്നാലും ഇതേ ഫോർമലിസത്തിലൂടെ മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി റിലേറ്റിവിസ്റ്റിക്കിൻ്റെ കേസിലുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ ഞാനിവിടെ പരാമർശിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് വരുന്നത് ഡിറാക് മെട്രിസസിൻ്റെ ആൽഫ ഐയുടെ ആൻറ്റി കമ്മ്യൂട്ടേഷനായിട്ട് വരുന്നതാണ്. ഓക്കെ, ഡിറാക് മെട്രിസസിൻ്റെ ആൻറ്റി കമ്മ്യൂട്ടേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കുക. എന്താണ് 4 ഡിറാക് മെട്രിസസ് എന്ന് ആദ്യം പഠിക്കാം. ഓക്കെ, 4 ഇതിൻ്റെ കമ്മ്യൂട്ടേഷനും ആൻറ്റി കമ്മ്യൂട്ടേഷനും കൃത്യമായിട്ട് പഠിക്കുക. ആൻറ്റി കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഞാൻ ഏതോ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. 4 ഡിറാക് മെട്രിസസ് കൃത്യമായി എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ഗ്രേഡെങ്കിലും കിട്ടും. അതുകൊണ്ട് ഡിറാക് മെട്രിസസ് പഠിക്കാതിരിക്കുന്നത് അതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം അത് മെട്രിക്സ് മെക്കാനിക്സ് വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഡിറാക് മെട്രിക്സ് അറിയാതെ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഡിറാക് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 4 ഡിറാക് മെട്രിക്സും ഇപ്പം തന്നെ പഠിച്ച് സെറ്റാക്കി വയ്ക്കുക. അതിൻ്റെ കമ്മ്യൂട്ടേഷൻ ആൾജിബ്രയും കൂടെ ചേർത്ത് വയ്ക്കുക. ഓക്കെ, 2 ഡിറാക്കിൻ്റെ ഹാമിൽട്ടോണിയൻ പഠിച്ചു വയ്ക്കുക. ഡിറാക് ഹാമിൽട്ടോണിയൻ എന്താണ്? ഓക്കെ, ആ ഹാമിൽട്ടോണിയൻ പഠിച്ചു വയ്ക്കുക. ഈ മെട്രിക്സ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറാക്ക് വരുന്ന പ്രോബ്ലംസ് അറ്റംപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇനി ഡിറാക്കിൽ വരുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഈ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള സങ്കല്പം എല്ലാ പ്രോബ്ലങ്ങളിലും ഉണ്ട്. ഉദാഹരണത്തിന് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓപ്പറേറ്റർ ഇൻ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് ചോദിക്കാൻ നോക്കിയാൽ, ഹാർമോണിക് ഓസിലേറ്ററിലെ വെലോസിറ്റി ഓപ്പറേറ്ററിൻ്റെ ഫോം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷനാണ്. അതായത് dA/dt എനി ഓപ്പറേറ്റർ ഇസ് പ്രൊപ്പോർഷണൽ ടു കമ്മ്യൂട്ടേറ്റർ ഓഫ് A വിത്ത് ദ ഹാമിൽട്ടോണിയൻ. ഇവിടെ എന്തോ കമ്മ്യൂട്ടേഷൻ്റെ സാധനമുണ്ട്, 1/h ക്രോസ് നെറ്റ് ഉണ്ട്, ഞാനത് അറിയാത്തതുകൊണ്ട് എഴുതാത്തതാണ്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു കമ്മ്യൂട്ടേഷൻ A,H. ഓക്കെ, നിങ്ങൾ ശരിക്കും പഠിക്കുന്ന സമയത്ത് ഹൈസൻബർഗ് ഇക്വേഷൻ ഇവിടെ എന്താണ് വരുന്നത്, സീംസ് ലൈക്ക് 1/h ക്രോസ് ആണെന്ന് തോന്നുന്നു. അത് കൃത്യമായി പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ പറയുന്നത് ഇതാണ്, ഏതെങ്കിലും ഓപ്പറേറ്ററിൻ്റെ ടൈം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓപ്പറേറ്റർ വിത്ത് ദ ഹാമിൽട്ടോണിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് വെലോസിറ്റിയുടെ ഓപ്പറേറ്ററാണ്. വെലോസിറ്റി ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താലാണ് നമുക്ക് വെലോസിറ്റി കിട്ടുക? ഇവിടെ എക്ക് പകരം ഏത് ഓപ്പറേറ്റർ വന്നാലാണ് എനിക്ക് വെലോസിറ്റി ഓപ്പറേറ്റർ കിട്ടുക? ഏതാടോ? that must be dx/dt അല്ലേ, dx/dt. so this is approximately equal to commutator of x with h. x വെച്ച് നമ്മൾ കമ്മ്യൂട്ടേറ്റർ നമുക്ക് അറിയാം. എച്ചിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? എച്ച് എന്ന് പറയുന്നത് ഹാർമോണിക് ഓസിലേറ്ററെ സംബന്ധിച്ചിടത്തോളം എച്ച് എന്ന് പറയുന്നത് px² / 2m + ½ m ω² x² ആണ്. സോ എക്സ് എൻ്റെ കമ്മ്യൂട്ടേറ്റർ വിത്ത് px²/2m, എക്സിൻ്റെ കമ്മ്യൂട്ടേറ്റർ വിത്ത് ½ m ω² x² കണ്ടുപിടിക്കുക, അത് എഴുതാം. ഓക്കെ, ഇതേപോലെ തന്നെ ഡിറാക്കിൻ്റെ കേസ് വരുന്ന സമയത്ത് ഡിറാക്കിൻ്റെ ഹാമിൽട്ടോണിയൻ നിങ്ങൾക്ക് അറിയണം. ഡിറാക്കിൻ്റെ ഹാമിൽട്ടോണിയൻ അറിയണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഏത് ഓപ്പറേറ്റർ ആണോ, ഇപ്പോൾ വെലോസിറ്റി ഓപ്പറേറ്റർ ആണെങ്കിൽ, ഇനി
ആക്സലറേഷൻ ഓപ്പറേറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് വെക്കാം. ആക്സലറേഷൻ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, വെലോസിറ്റി ഓപ്പറേറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെ? ഇതുവഴി. എന്നിട്ട് ആ വെലോസിറ്റി ഓപ്പറേറ്ററിനെ ഇവിടെ ഇട്ട് കൊടുത്താൽ എന്തായിരുന്നു, dv/dt ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്രോക്സിമേറ്റ്ലി വെലോസിറ്റി വിത്ത് എച്ച്. വെലോസിറ്റി ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി, അതും എച്ചും കൂടെ കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടും നോക്കുക, അതായിരിക്കും ഇതിൻ്റെ ആക്സലറേഷൻ ഓപ്പറേറ്റർ. ഇത് സാധാരണഗതിയിൽ, അതായത് ഇതിപ്പം QM2 ആണല്ലേ. അതെ, സാധാരണഗതിയിൽ ഏതെങ്കിലും പ്രോബ്ലത്തിന് വേണമെങ്കിലും ചോദിക്കാം. പ്ലസ് ഡിറാക്കിൻ്റെ പ്രോബ്ലങ്ങളിൽ കൃത്യമായിട്ടും ഇത് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഈ പ്രോബ്ലങ്ങൾ സെറ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് KG ഇക്വേഷനിലെയും ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് കറണ്ട് ഡെൻസിറ്റി ഫോർ വെക്ടർ ജെനെ ഡിറൈവ് ചെയ്യുന്ന പരിപാടിയാണ്. രണ്ട് ഇക്വേഷനിൽ നിന്നും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. KG ഇക്വേഷൻ നിന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ടാക്കുകയും ജെനെയും റോയിനെയും ഐഡന്റിഫൈ ചെയ്യുക. ജെ ആൻഡ് റോ. ഓക്കെ, ബേസിക്കലി ദിസ് ഇസ് ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി എന്നാണ്. ഓക്കെ, ജെ ഇസ് എ കറണ്ട് ഡെൻസിറ്റി വെക്ടർ ആൻഡ് റോ ഇസ് ചാർജ് ഡെൻസിറ്റി. സോ ഐഡന്റിഫൈ ജെ ആൻഡ് റോ ഫോർ KG ഇക്വേഷൻ. ഇക്വേഷൻ്റെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് ജെനെയും റോയിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓക്കെ, ഇനി വേറൊന്ന്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻവാരിയന്റ് അണ്ടർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആണോ? ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒരു ഫ്രെയിമിൽ എഴുതുക. -h⁻² (2m) ∂² ∂x² psi പ്ലസ് സം v of x psi ഈക്വൽ ടു e psi എഴുതാം. ഓക്കെ, ഈ സൈക്ക് പകരം ദിസ് ഇസ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതണം. ദാറ്റ് ഇസ് IH ∂/∂t of psi. ഓക്കെ, എന്നിട്ട് എക്സിനും ടിക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, പണ്ട് പഠിച്ച ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷനും പഴയതും പുതിയതും തമ്മിൽ സെയിം ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ അത് ഇൻവാരിയൻ്റ് ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, പണ്ട് പഠിച്ച ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഇക്വേഷൻസ് ഒന്ന് നോക്കി വെക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കണമെന്നില്ല. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഇപ്പോഴത്തെ പ്രസന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അറിയണം. ഓക്കെ, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് അറിയണം. ഓക്കെ, അത് ഇതിൽ ക്ലബ് ചെയ്യുക എന്ന് പറയുക. എന്നിട്ട് ഈ 1-2 സ്റ്റെപ്പ് ചെയ്ത് വെക്കുക. വൺ തിങ് ഈസ് ഷുവർ, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ടും ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയതുകൊണ്ടും ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതേ ഫോം റീറ്റെയിൻ ചെയ്യില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം ദിസ് ഈസ് നോട്ട് ഇൻവാരിയൻറ്റ് അണ്ടർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. അത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്തല്ല, റിലേറ്റിവിസ്റ്റിക്കലി ഇൻവാരിയൻ്റ് അല്ല. ഓക്കെ, അതിവിടെ ഓർത്ത് വെക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ വരും ഉറപ്പായിട്ടും. നോട്ട് ഇൻവാരിയൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ അത് ഇൻവാരിയൻ്റ് അല്ല എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ചെറിയ മാർക്കുകൾ കിട്ടുമായിരിക്കും. പക്ഷേ അത് ചെയ്യേണ്ട പ്രൊസീജിയർ ചെയ്താൽ മതി. ഇപ്പോൾ നോബഡി വിൽ ചെക്ക് ദാറ്റ് വെദർ യു ആർ അപ്ലൈഡ് എവറി ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ടു ദ ഈച്ച് ആൻഡ് എവറി കോർഡിനേറ്റ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ കറക്റ്റ് ആൻസർ. എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും വേണമെന്നില്ല. കുറച്ച് നിങ്ങൾക്ക് കാര്യം അറിയാമെന്ന് എല്ലാവരെയും മനസ്സിലാക്കുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുക. ആൻഡ് യു നോ ദ ഫൈനൽ ആൻസർ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഇൻവാലിഡ്. ഇനി ഇങ്ങനെ അല്ലാതെ ഒരു പുതിയ ഇക്വേഷൻ തന്നിട്ട് അത് ലോറൻസ് ഇൻവാലിഡ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചെയ്ത് നോക്കേണ്ടി തന്നെ വരും. ഓക്കെ, തൽക്കാലം ഞാൻ നിർത്താം. ഞാൻ 2 കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഹൈഡ്രജൻ മോളിക്യൂൾ ആയാണ് ഞാൻ നോട്ട് എഴുതി വെക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ നോട്ട് ഇപ്പോൾ കാണുന്നില്ല, പക്ഷേ ഞാനിപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് എഴുതി വെക്കാം. അതുപോലെ തന്നെ ആൽഫ ടണലിംഗ് ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. അതും ഞാൻ ചെറിയ വളരെ ഷോർട്ട് നോട്ടാക്കി എഴുതി തരാം. ഇപ്പോൾ ഷോർട്ട് നോട്ടാക്കി എഴുതുന്നില്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഫോട്ടോയും അതിൽ ആവശ്യം വേണ്ട സ്റ്റെപ്പുകളും ഒരു വോയിസ് ആക്കിയിട്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഇട്ട് തരാം. നിങ്ങൾക്ക് അത് നോക്കിയാൽ അതിൽ എന്തൊക്കെ സ്റ്റെപ്പ് എഴുതണം, എന്തൊക്കെ സ്റ്റെപ്പ് എഴുതണ്ട എന്ന് ഞാനിപ്പം ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, തൽക്കാലം നിർത്തട്ടെ. എന്തെങ്കിലും സംശയമുണ്ടോ ഇന്നെടുത്തതിലോ മൊത്തത്തിലിതിലോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ എഴുതുന്നതിനെ കുറിച്ചോ കൂടുതലായിട്ട് എഴുതുന്നതിനെ കുറിച്ചോ എത്ര എഴുതണം എന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. നോ ഇഷ്യൂസ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ ഒന്നുകൂടെ പറയാം, എല്ലാവരും പോയിട്ടില്ലെങ്കിൽ.